എന്നെ ഈ ക്വസ്റ്റ്യൻ ചെയ്യാനായിട്ട് അവർ ഹാളിനകത്തേക്ക് കൊണ്ടുപോയി എൻ്റെ വസ്ത്രമെല്ലാം അഴിപ്പിച്ചു, അണ്ടർവെയർ മാത്രം ഇട്ടിച്ച് താഴെ ഇരുത്തി. എൻ്റെ പുറകിൽ നിന്ന് ഈ പിന്നെ ലക്ഷ്മണൻ എന്നെ മുടിക്ക് പിടിച്ചിങ്ങനെ പൊക്കി എഴുന്നേൽപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കുറേ മുടി പറഞ്ഞു പോകുന്നുണ്ട് ഇങ്ങനെ. എന്നിട്ട് അയാൾ ആദ്യമായിട്ടാണ് നമ്മൾ ജീവിതത്തിൽ അടി കൊള്ളുന്നത്. അങ്ങനെ ഈ പോലീസിൻ്റെ അടിയെന്ന് വെച്ചാൽ നല്ല വെയിറ്റുള്ള അടിയാണ്, ഈ കരണം അടിച്ചുള്ള അടിയാണ്, ഇവിടെ പൊട്ടും ആ അടിയേറ്റ് കഴിഞ്ഞാൽ. അപ്പോഴേക്കും ഈ പോലീസ് ഓഫീസേഴ്സ് കൂടി ആലോചിച്ചിട്ട് അവരൊരു പ്ലാൻ തയ്യാറാക്കി. കാരണം എന്നെ ഒരു പ്രതിയാക്കി അങ്ങനെ അങ്ങോട്ട് കൊണ്ടുപോയി കേസിൽ ഉൾപ്പെടുത്തണ്ട, അതിനു പകരം ഇയാളെ വീട്ടിൽ വെച്ചിട്ട് ഇയാളെ ഒരു ഇരയാക്കി വേണുവിനെ പിടിക്കാം, അതാണല്ലോ അവരുടെ ലക്ഷ്യം. മാഷെ അറസ്റ്റ് ചെയ്യപ്പെട്ടതിന് ശേഷം ഞങ്ങൾ പിന്നെ പോലീസ് വീട്ടിൽ കുറച്ച് പോലീസുകാർ താമസമായിരുന്നു. അപ്പോൾ നമുക്കറിയായിരുന്നു ഒരു പക്ഷേ വേണു വീട്ടിലേക്ക് തിരിച്ചു വരുമെന്ന് പറഞ്ഞിട്ടായിരുന്നു അന്ന് പോയത്. എന്നുവെച്ചാൽ വേറെ എന്തെങ്കിലും വഴി ഇല്ലെങ്കിലും തിരിച്ചു വരാനുള്ളൊരു സാധ്യത ഉണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ എങ്ങനെയാണ് വേണു വരുമ്പോൾ അത് ആ വിവരം അറിയിക്കുക, പോലീസുകാരുണ്ട് എന്നുള്ള വിവരം നമ്മൾ എങ്ങനെ അറിയിക്കും എന്നുള്ളതിനെ പറ്റി വലിയൊരു കൺഫ്യൂഷൻ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ നിൽക്കുമ്പോഴേക്കാണ് വേണു ഈ പറഞ്ഞ പോലെ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞു പോലീസുകാർ കാവലിരിക്കുന്ന നേരത്ത് ഞങ്ങൾ വീട്ടിലെ അകത്തെ ഒരു തൊട്ടടുത്തൊരു മുറിയിൽ കാവലിരിക്കുകയാണ് പോലീസ്, 2 പോലീസുകാരിയിരിക്കുന്നു. അപ്പോൾ ആ നേരത്ത് വേണു ദൂരെ നിന്ന് നമ്മൾ വീട്ടിലേക്ക് പോകുമ്പോൾ കുറച്ച് ദൂരെയുള്ള വഴിയാണ്. അപ്പോൾ ആ വഴിയിൽ കൂടെ വേണു ഇങ്ങനെ നടന്നു വരുന്നുണ്ട്. വേണു പക്ഷേ വീട്ടിലേക്ക് തന്നെ കയറി വന്നു. പെട്ടെന്ന് വീടിൻ്റെ ഈ പോലീസുകാരിരിക്കുന്ന മുറിയുടെ മുന്നിൽ നിന്നതിന് ശേഷം വേണു പെട്ടെന്ന് തന്നെ തിരിച്ച് ഇറങ്ങിപ്പോവുകയുണ്ടായത്. അപ്പോൾ പോലീസുകാർ വേണുവിൻ്റെ പിന്നാലെ പെട്ടെന്ന് കടപെടാന്ന് എഴുന്നേറ്റ് പിന്നാലെ പോയി